ഇടുക്കിയിൽ കെ.എസ്.യു നേതാവ് കഞ്ചാവുമായി പിടിയിൽ. കെ.എസ്.യു ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി റിസ്വാൻ പാലമൂടനാണ് പിടിയിലായത്. കൂടുതൽ വിവരങ്ങളുമായി ജോസിൽ സെബാസ്റ്റ്യൻ ഇടുക്കിയിൽ നിന്നും ചേരുന്നു. ജോസിൽ, ഈ ഒരു സംഭവം എപ്പോഴായിരുന്നു? എന്തൊക്കെയാണ് നിലവിലുള്ള കേസിന്റെ വിശദാംശങ്ങൾ? സിന്ദൂരി സൂചിപ്പിച്ചതുപോലെ തന്നെ കെ.എസ്.യുവിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി റിസ്വാൻ പാലമൂടനാണ് എക്സൈസിൻ്റെ പിടിയിലായിരിക്കുന്നത്. ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. രാത്രിയിൽ എക്സൈസ് സംഘം ഇൻസ്പെക്ടർ പ്രവീൺ കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം പരിശോധന നടത്തുന്നതിനിടയിലാണ് ഈ എക്സൈസ് സംഘത്തെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ പിടിക്കുകയായിരുന്നു. പിടിച്ച് ചോദ്യം ചെയ്തതിൻ്റെ ഇടയിലാണ് ഈ കഞ്ചാവ് ഈ പ്രതി തന്നെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്ത് NDPS കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏതായാലും 15 ഗ്രാമിൽ താഴെ മാത്രമാണ് ഈ പ്രതിയിൽ നിന്ന് കഞ്ചാവ് നിലവിൽ പിടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ പ്രതിക്ക് സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് കൗൺസിലിംഗും കൊടുത്ത് വിട്ടയച്ചിരിക്കുകയാണ്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട ഒരു ക്യാമ്പസിൽ പഠിക്കുന്ന KSUവിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് ഈ റിസ്വാൻ പാലമൂടൻ എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥി നേതാവ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വിദ്യാർത്ഥികൾക്ക് മാതൃകയാകേണ്ട ഗാന്ധി ശിഷ്യന്മാരെന്ന് അവകാശപ്പെടുന്ന KSUവിൻ്റെ ഒരു നേതാവ്, ഒരു ജില്ലയിലെ പ്രധാനപ്പെട്ട ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് ഇത്തരത്തിൽ കഞ്ചാവുമായി പിടിയിലായിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഇത് ഉപയോഗിക്കാനുള്ള അളവായതുകൊണ്ട് പറ്റുന്ന അളവ്, അതായത് വിൽപ്പനയ്ക്കുള്ളതിൽ അത്രയും അളവില്ലാത്തതുകൊണ്ട്. പക്ഷേ എന്താണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്? ഏതായാലും 15 ഗ്രാമിൽ താഴെ ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചത്, കൗൺസിലിംഗും കൊടുത്ത് കുടുംബത്തോടൊപ്പം വിട്ടയച്ചത്. പക്ഷേ ഇത് ഒരു പ്രധാനപ്പെട്ട ക്യാമ്പസിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അതോടൊപ്പം തന്നെ ഈ പ്രധാനപ്പെട്ട ജില്ലയിലെ തന്നെ നിരവധി വിദ്യാർത്ഥികളുമായി നേരിട്ടിടപെടുന്ന ഒരു വിദ്യാർത്ഥി നേതാവാണ്, ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. ആ ഒരാളുടെ കയ്യിൽ നിന്ന് ഇത്തരത്തിൽ കഞ്ചാവ് പിടിച്ചു എന്നുള്ളത്, ഇയാൾക്ക് വിതരണം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ട വസ്തുത തന്നെയാണ്. ഏതായാലും പെട്ടെന്ന് തന്നെ രാത്രിയിൽ പിടിച്ച് രാത്രിയിൽ തന്നെ ജാമ്യം കൊടുത്തു വിട്ടതും അസ്വാഭാവികതയാണ്. കാരണം അത് ഇത്രയും വലിയ നേതാവാണെന്നുള്ളതൊന്നും എക്സൈസിന് അറിവില്ല ആയിരിക്കാം. പക്ഷേ എങ്കിലും ഇത് കാരണം ഒരുപാട് വിദ്യാർത്ഥികളുമായി നേരിട്ടിടപെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇത്രയും കഞ്ചാവ് പിടിച്ചെടുത്തത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. കാരണം ഒരുപാട് വിദ്യാർത്ഥികളുമായി നേരിട്ട് ബന്ധമുള്ള ഒരു വിദ്യാർത്ഥി നേതാവാണ് റിസ്വാൻ പാലമൂടൻ. അതുകൊണ്ട് തന്നെ ഈ കഞ്ചാവുമായി, മയക്കുമരുന്നുമായി പിടിയിലായത് ഒരു പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ്. നിലവിൽ NDPS കേസ് മഹസർ തയ്യാറാക്കി അതിനുശേഷം കോടതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. നിലവിൽ ജാമ്യത്തിൽ കൗൺസിലിംഗ് കൊടുത്തതിന് ശേഷം വിട്ടയച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ജോസ്ലി പറഞ്ഞ പോലെ തന്നെ നിലവിൽ നമുക്കറിയാം, ലഹരി വിരുദ്ധ ദിനത്തിലും മറ്റും പല ക്യാമ്പസുകളിലും KSU നടത്തുന്ന പരിപാടികളും മറ്റും നമ്മളും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ KSU നേതാവ് ഈ പറഞ്ഞ അളവ് അല്പം കുറവാണെങ്കിൽ പോലും അത് ഉപയോഗത്തിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇത്തരത്തിൽ ലഹരിയുടെ വക്താവുകയും ലഹരി വിതരണത്തിൽ മറ്റും സംശയിക്കപ്പെടുകയും ചെയ്യുന്ന ഒരാളെ ഒരു രാത്രി കൊണ്ട് തന്നെ വിട്ടയച്ചതിലും ഒപ്പം തന്നെ ഈ ഒരു വിഷയത്തിൽ നേതൃത്വം, KSUവിൻ്റെ നേതൃത്വം, ജില്ലാ സെക്രട്ടറിയാണ്, ജനറൽ സെക്രട്ടറിയാണ് റിസ്വാൻ പാലമൂടൻ. അപ്പോൾ ഈ അവിടുന്ന് ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? KSUവിൽ നിന്നോ കോൺഗ്രസിൽ നിന്നോ ഒരു പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? അത്തരത്തിലുള്ള ഒരു പ്രതികരണം ഒന്നും ലഭിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മളുടെ അറിവനുസരിച്ചാണ് ഇപ്പോൾ എക്സൈസ് ഇത്തരത്തിലൊരു വിദ്യാർത്ഥിയെ പിടിച്ചു എന്നുള്ള വിവരമാണ് ആദ്യം ലഭിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിളിച്ച് സ്ഥിരീകരിക്കുകയാണ് ചെയ്തത്. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റുമായി, എക്സൈസ് ഇൻസ്പെക്ടറുമായും എല്ലാം സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പിടിയിലായി എന്നുള്ള വിവരം ലഭിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോഴാണ് ഇത്തരത്തിൽ KSUവിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭാരവാഹിയാണ് ഈ പിടിയിലായിരിക്കുന്ന ആൾ എന്നുള്ളതാണ് നമ്മളെപ്പോലും ഞെട്ടിപ്പിക്കുന്ന കാര്യം. ഒരു ജില്ലാ ഭാരവാഹിയാണ്. ആ ജില്ലാ ഭാരവാഹിയുടെ കയ്യിൽ നിന്ന് ഈ കഞ്ചാവ് പിടിച്ചു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും ഇത് ഇത്രയുമേറെ ബന്ധങ്ങൾ വിദ്യാർത്ഥികൾക്കിടയിൽ ഉള്ള ഒരു വ്യക്തി എന്ന നിലയിൽ തീർച്ചയായിട്ടും ഒരു തുടർ അന്വേഷണം ആവശ്യമുണ്ട്. എവിടെ നിന്നാണ് ഈ കഞ്ചാവ് വന്നത്? ആർക്കെങ്കിലും ഇത്, സുഹൃത്തുക്കൾക്കടക്കം ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് വിൽപ്പന നടത്തുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കേണ്ട വസ്തുത തന്നെയാണ്. കാരണം ഈ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ജില്ലാ ജനറൽ സെക്രട്ടറി, വിദ്യാർത്ഥികൾക്കിടയിൽ ധാരാളം ബന്ധങ്ങളുള്ളയാൾ, തൊടുപുഴ നഗരത്തിലടക്കം ധാരാളം ബന്ധമുള്ളയാൾ, അത്തരത്തിലുള്ള ഒരാൾ ഇത്തരത്തിൽ കഞ്ചാവുമായി പിടിയിലാകുമ്പോൾ അത് ഏത് വഴിയാണ് ഇയാളിലേക്ക് കഞ്ചാവ് എത്തിച്ചേർന്നതെന്നും ഇയാൾ കഞ്ചാവിൻ്റെ സ്ഥിരം അടിമയാണോ എന്നുള്ള കാര്യമടക്കം പരിശോധിക്കേണ്ടതുണ്ട്. അത് ഇയാളിൽ നിന്ന് എത്രമാത്രം വിദ്യാർത്ഥികളിലേക്ക്, ഇയാളുടെ കൂടെയുള്ള ഒരുപാട് വിദ്യാർത്ഥികളുമായി കൂട്ടുചേർന്ന് നടക്കുന്ന ഒരാളാണ് ഒരു വിദ്യാർത്ഥി നേതാവ് എന്ന നിലയിൽ, ആ വിദ്യാർത്ഥികളിലേക്കെല്ലാം ഇത്തരം കഞ്ചാവും മറ്റു ലഹരി ഉപയോഗവുമെല്ലാം മറ്റുള്ള വിദ്യാർത്ഥികളിലേക്ക് ഇയാൾ പകർന്നു കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ട വസ്തുതയാണ്. സിന്ദൂരി.
വ്യക്തമാണ് ജോസിൽ. KSU ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി റിസ്വാൻ പാലമൂടനാണ് കഞ്ചാവ് കൈവശം വെച്ചതിന് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു എങ്കിൽ പോലും ഇത്തരത്തിലൊരു കഞ്ചാവ് കൈവശം വെച്ചതിനും തുടരന്വേഷണത്തിനും വളരെയധികം പ്രാധാന്യമുള്ളൊരു വിഷയമായി മാറിയിരിക്കുകയാണ് ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി റിസ്വാൻ പാലമൂടന്റെ ഈ ഒരു അറസ്റ്റ്. ഇടുക്കിയിൽ നിന്നും ജോസിൽ സെബാസ്റ്റ്യനാണ് വിശദാംശങ്ങൾ നൽകിയത്.